ആശാനും ഗബ്രിയും വന്ന് അറിഞ്ഞിരുന്ന അവര് മറ്റേ ഗോവയിൽ നിന്ന് പുണ്യവാളനെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ട് എടാ അവര് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വന്ന് ഇപ്പൊ അടുത്ത പ്രശ്നമായിട്ട് പോയിട്ടുണ്ട് പള്ളിയിലേക്ക്. ഇവന്മാര് ഭയങ്കര ധ്യാനവും പ്രാർത്ഥനയായിട്ട് കിടന്ന് പള്ളിക്കകത്ത് അടി ഉണ്ടാക്കുന്നത് എന്ത് സാധനമാണോ? ഇല്ലടാ അവര് പറഞ്ഞതില് കാര്യമുണ്ട്. എടാ അവര് പറഞ്ഞല്ലേ അവര് വെറുതെ കിടന്ന് ഒച്ചെടുക്കണാണോ? നീ എന്തേ പറയണേ? എന്താ പ്രശ്നം? എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? നീ കണ്ടില്ലായിരുന്നു ഇപ്പോഴത്തെ പ്രശ്നം? എടാ കറുത്തവാവൊക്കെ കഴിഞ്ഞു. വിട്ടോ വാവിനുള്ള അരി ഉരുളയൊക്കെ തന്നെയല്ലേ. ഇവിടെ കിടന്ന് കറാന്ന് വിളിച്ചിട്ട് കാര്യമില്ല. വിട്ടോ നിങ്ങളുടെ മക്കള് വരാത്ത ഞങ്ങളുടെ കുഴപ്പമില്ല. നീ ഇത് വായിച്ചു നോക്കിയേ. യുവാക്കൾ 18 വയസ്സ് മുതൽ പ്രണയിച്ച് 25 വയസ്സിന് മുമ്പ് വിവാഹം കഴിക്കണം. സമുദായത്തിൽ വിശ്വാസികൾ കുറയുന്നതിന് പരിഹാരം. മാർ ജോസഫ് പാപ്ലാനി. ഇത് ഞാനും വായിച്ചിരുന്നടാ. നീ വായിച്ചേ? അല്ല ഇതിനകത്ത് ഇപ്പൊ അച്ഛൻ പറഞ്ഞു. അതിനിപ്പോ അല്ല ആശാൻ പ്രശ്നം ഉണ്ടാക്കിയെന്താന്ന് വെച്ചാ ആശാൻ അവിടെ പോയിട്ട് പറഞ്ഞു എന്റെ മോളിനെ പള്ളിയിലെ കൂട്ടിൽ വന്നു. എടാ അത് നല്ല കൊച്ചു. ഈ തോന്നിയാസം കാണിക്കുന്നിടത്താണ് പള്ളിയിൽ വിടണേ. ഇതിലും വേഗം പാർക്കിൽ പോയിരുന്നോളാൻ പറഞ്ഞു. അല്ല അത് ആശാന് തെറ്റുപറ്റിയതായിരിക്കും. പിന്നെ അച്ഛനും തെറ്റുപറ്റി. ഇനിയിപ്പോ ആശാൻ പേടിച്ച കാര്യം ഇതായിരിക്കും. കുറച്ച് കഴിയുമ്പോ കുർബാന കഴിഞ്ഞിട്ട് ഇതിനുള്ള സംവിധാനം പള്ളിയുടെ പിറകിലുണ്ട് എന്നങ്ങനെ പറയുമെന്ന് പേടിച്ചിട്ട് ഇവര് പ്രശ്നം ഉണ്ടാക്കുമ്പോ എന്തിനാ അവിടെ പള്ളിയുടെ ഹോള് പുതുക്കി പണിയുണ്ട്. മറ്റേ വെഡിങ്ങിന്റെ ഹോളൊക്കെ ഇല്ലേ, മറ്റേ ഓഡിറ്റോറിയം. അതിന്റെ മേളിൽ താമസിക്കാൻ റൂമും അച്ഛൻ പണിയാനുള്ള പരിപാടി. ആരെങ്കിലും പറഞ്ഞ് ഇയാളെടുത്ത് പറഞ്ഞാണ് ഈ പർപ്പസിനായിരിക്കും റൂമും സെറ്റ് ആക്കുന്നത്. അല്ലാണ്ട് ആര് പറയാ? എന്താ ദൈവത്തിന് രണ്ടും കൂടി ഇനി അവിടെ ഇനി എന്താവും അറിയാൻ പാടില്ല. നന്നായി. അല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. എന്റെയൊക്കെ കുഞ്ഞിലെ ഞങ്ങളെല്ലാം കളിക്കുന്നത് പള്ളിമുറ്റത്താ. പിന്നെ കുറെ തലതിരിഞ്ഞ അച്ഛന്മാര് വന്നു. അല്ല ഞാൻ അച്ഛന്മാരെ ഒന്നും ആക്ഷേപിക്കുന്നൊന്നുമല്ല. ചില അച്ഛന്മാര് വന്നതിന് ശേഷം അവർക്ക് പ്രൈവസി വേണം. ശരിയാണ്, അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു, ഞായറാഴ്ച കുർബാന കഴിഞ്ഞാൽ ഗ്രൗണ്ട് അടച്ചിടും. നമ്മൾ പള്ളിമുറ്റത്തൊക്കെ കളിച്ച് വളർന്നത്, അത് അടച്ചിടും, ഇത് അടച്ചിടും. അങ്ങനെയൊക്കെ വന്നപ്പോൾ പിള്ളേർ പുറത്തുപോയി മറ്റ് മേഖലകളിലേക്ക് വ്യാപരിച്ച് അവര് പള്ളിയിൽ വരാണ്ടായി. അതിന്റെയൊക്കെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞാൽ ഈ പള്ളിയിലിരിക്കുന്ന ഈ എന്നെക്കൊണ്ടൊന്നും പറയുന്നത് അവന്മാര് തന്നെയാണ്. ഈ അച്ഛന്മാര് സ്ഥിരം ഇല്ലല്ല, ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷമൊക്കെ വരും. അപ്പൊ അവർക്ക് ഒരു കൂട്ടായ്മയിൽ കൊണ്ടുപോകണ്ടേ? എടാ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഈ മിക്ക അച്ഛന്മാരും ആദ്യം വന്നു കഴിഞ്ഞാൽ പള്ളിയിലുള്ള ആൾക്കാരെ തല്ലിപ്പിരിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ. ഒരു ഒരുമയോടെ പോകുന്ന പള്ളിയാണെങ്കിൽ ചില അച്ഛന്മാർ വന്നു കഴിഞ്ഞാൽ ഇതിനെ തല്ലിപ്പിരിക്കും, രണ്ടാക്കും. ഒരു ഭാഗം അച്ഛന്റെ കൂടെ, ഒരു ഭാഗം ഒറ്റയ്ക്ക് നിൽക്കും. അതിനൊരു ടെക്നിക്ക് എന്താണെന്നറിയോ? അവസാനം എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇപ്പൊ ജസ്റ്റ് ഒരു പെരുന്നാളിന്റെ ചർച്ച വരികയെന്ന് വെച്ചാൽ ഈ 2 ടീമും തർക്കമാകുമ്പോ അവസാനം പറയാം എങ്കിൽ അച്ഛൻ പറ, അച്ഛൻ ഇതിനെന്താ പറയാണ്ടിരിക്കണേ? അച്ഛന്റെ കാര്യങ്ങൾ അവിടെ നടക്കും. അച്ഛൻ പ്ലാൻ ചെയ്യുന്നത് പള്ളിക്കകത്ത്, അതിനു വേണ്ടിയിട്ട് ഇവർ ഈ പണി ചെയ്യുന്നത്. അല്ല നമ്മള് ഇതിൽ നിന്ന് തെന്നി മാറി. അല്ല ഇതിപ്പോ ആശാൻ പറയണ കറക്റ്റാ കേട്ടോ. ഈ 18 വയസ്സാവുമ്പോ പ്രണയിക്കണം, 25 വയസ്സാവുമ്പോ കുട്ടികൾ ഉണ്ടാക്കണം. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. സെമിനാരിയൊക്കെ അടച്ചു പൂട്ടി വെച്ചിട്ട് എല്ലാത്തിനെയും പിടിച്ച് കെട്ടിക്കട്ടെ. അതാണ് ഏറ്റവും നല്ലത്. ഒരു കല്യാണം കഴിക്കട്ടെ. അല്ല പിന്നെ അടുത്ത സിനഡ് കൂടുമ്പോ നമുക്കൊരു ഒരു ലെറ്റർ എഴുതാം. അല്ല ഇതാ നല്ലത്. അച്ഛന്മാരെല്ലാം കൂടി ലോഹരി വെച്ച് പെണ്ണ് കെട്ടട്ടെ. നാട്ടുകാരുടെ അടുത്ത് കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ മതി. ഈ ഉണ്ടാക്കിയതിന്റെയും കെട്ടുന്നതിന്റെയും കഷ്ടപ്പാട് ഇവന്മാർക്ക് അറിഞ്ഞൂടായിട്ടാണ്.